Welcome to Ehela's Tuition. ഈ വീഡിയോയിലെ സിലബസ് ഇലക്ട്രോണിക് സർക്യൂട്ട്സിലെ പവർ ആംപ്ലിഫയർ, ബയാസിംഗ് മെത്തേഡ്സ് ഓഫ് ട്രാൻസിസ്റ്റർ എന്നിവയാണ്. ആദ്യം നമ്മൾ എന്താണ് ഒരു ആംപ്ലിഫയർ എന്നറിയണം. ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെർമിയോണിക് വാൾവ് അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഒരു IC based circuit that can capable of increasing the amplitude or power of a signal. നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത് ആ ഇൻപുട്ടിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള കഴിവുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വലുതാക്കാനുള്ള കഴിവുണ്ടാവും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ആംപ്ലിഫയർ. ആംപ്ലിഫയറിനെ നമ്മൾ ഒരുപാട് തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ആദ്യം അക്കോർഡിംഗ് ടു ദ ഫ്രീക്വൻസി കാപ്പബിലിറ്റീസ്, ഫ്രീക്വൻസി അനുസരിച്ചിട്ട് നമ്മൾ ആംപ്ലിഫയറിനെ 4 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് AF ആംപ്ലിഫയർ, RF ആംപ്ലിഫയർ, IF ആംപ്ലിഫയർ, വീഡിയോ ആംപ്ലിഫയർ. AF എന്ന് പറഞ്ഞാൽ ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ. അപ്പോൾ നമുക്കറിയാം ഓഡിയോ റേഞ്ച് എന്ന് പറയുന്നത് 20 Hz to 20 kHz വരെയാണ്. അങ്ങനെയുള്ള സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ AF ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. RF amplifiers are used to amplify the signal having very high frequency. High frequency ഉള്ളത് ഇവിടെ 20 kHz വരെ ഉള്ളത്, അതിനുശേഷമുള്ള 20 kHz to 3 × 10⁶ MHz വരെ ഉള്ളത് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ RF amplifier ഉപയോഗിക്കുന്നത്. IF amplifiers are used to amplify at definite radio frequency. The value of IF is kept between intermediate frequency amplifier ആണ് IF amplifier. അതൊരു definite frequency റേഞ്ചിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 450 to 470 kHz വരെയാണ് ഇത് ആംപ്ലിഫൈ ചെയ്യുന്നത്. റേഡിയോ റിസീവേഴ്സിലാണെങ്കിൽ 450 to 470 kHz. അതേപോലെ TV റിസീവറിലാണെങ്കിൽ 30 to 40 MHz ആണ് അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച്. Video amplifiers are used to amplify 4 MHz to 7 MHz is called a video. Wideband or pulse amplifier used in television, radar, etc. അപ്പോൾ ഇത് നമ്മൾ ആംപ്ലിഫൈ ചെയ്യാൻ 4 MHz മുതൽ 7 MHz വരെയുള്ളത് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ടെലിവിഷനിലും റഡാറിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മൾ വൈഡ് ബാൻഡ് ആംപ്ലിഫയർ അല്ലെങ്കിൽ പൾസ് ആംപ്ലിഫയർ എന്നും കൂടെ പറയും. അടുത്ത ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു യൂസിനനുസരിച്ച് നമ്മൾ വോൾട്ടേജ് ആംപ്ലിഫയർ എന്നും പവർ ആംപ്ലിഫയർ എന്നും തരംതിരിച്ചിട്ടുണ്ട്. വോൾട്ടേജ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പവർ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. പാരലൽ സർക്യൂട്ടും ഉണ്ട്, പുഷ് പുൾ സർക്യൂട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വോൾട്ടേജ് ആംപ്ലിഫയറും പവർ ആംപ്ലിഫയറും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തി നോക്കാം. കറണ്ട് ഗെയിന് വോൾട്ടേജ് ആംപ്ലിഫയറിൽ കുറവാണ്, പവർ ആംപ്ലിഫയറിൽ കൂടുതലാണ്. വോൾട്ടേജ് ഗെയിന് വോൾട്ടേജ് ആംപ്ലിഫയറിൽ കൂടുതലാണ്, പവർ ആംപ്ലിഫയറിൽ കുറവാണ്. ഹീറ്റ് ഡിസിപ്പേഷൻ വോൾട്ടേജ് ആംപ്ലിഫയറിൽ ലോ ആണ്, പവർ ആംപ്ലിഫയറിൽ ഹൈ ആണ്. കൂളിംഗ് മെക്കാനിസം വോൾട്ടേജ് ആംപ്ലിഫയറിൽ നോട്ട് റിക്വയർഡ്, പവർ ആംപ്ലിഫയറിൽ റിക്വയർഡ് ആണ്. ട്രാൻസിസ്റ്റർ സൈസ് സ്മോൾ ആണ്, ലാർജ് ടു ഡിസിപ്പേറ്റ് ഹീറ്റ്. ഇവിടെ ഒരുപാട് ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്, അപ്പോൾ സൈസും കൂടണം. ബേസ് വിഡ്ത്ത് സ്മോൾ ആണ്, വൈഡ് ടു ഹാൻഡിൽ ഹയർ കറന്റ്. Beta usually high, greater than 100, usually less than 20. അങ്ങനെയാണ് ഈ ഒരു കമ്പാരിസൺ വരുന്നത്. ഇനി നമുക്ക് പവർ ആംപ്ലിഫയർ. The main aim of voltage amplifier is to amplify the signal voltage. Along with the voltage amplification, the power of the signal is also amplified. നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ V × I ആണ്, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് പവർ. അപ്പോൾ വോൾട്ടേജ് ആംപ്ലിഫയറിൽ വോൾട്ടേജ് കൂട്ടുന്ന സമയത്ത് പവറിലും വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ വോൾട്ടേജ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഈ പവർ ആംപ്ലിഫയറിൻ്റെ 2 ക്ലാസിഫിക്കേഷനാണ് പാരലൽ സർക്യൂട്ടും പുഷ് പുൾ ആംപ്ലിഫയറും. പാരലൽ സർക്യൂട്ടിൽ കണക്ട് ടു ഐഡന്റിക്കൽ ട്രാൻസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. 2 ഒരേപോലെയുള്ള ട്രാൻസിസ്റ്റേഴ്സ്, ഒരേ സ്പെസിഫിക്കേഷനുള്ള 2 ട്രാൻസിസ്റ്റേഴ്സ് പാരലലായിട്ട് കണക്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടറും ബേസും എമിറ്ററും ഒന്നിച്ച് കണക്ട് ചെയ്യാം. 2 times current will flow in the circuit which will double the power. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരേപോലെ കണക്ട് ചെയ്യുന്ന സമയത്ത് 2 പ്രാവശ്യം കറണ്ട് ഫ്ലോ ചെയ്യും, അതുകൊണ്ട് തന്നെ പവർ ഡബിൾ ആവും. These circuits are not suitable for receivers. റിസീവേഴ്സിൽ ഇങ്ങനെ നമ്മൾ ഡബിൾ പവറുള്ള സർക്യൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റിസപ്ഷൻ കിട്ടില്ല, അതുകൊണ്ട് റിസീവേഴ്സിൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല. Push pull amplifier. Here also 2 identical transistors, but the input signal applied to 2 stages are 180 degree apart from each other. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും പുഷ് പുൾ ആംപ്ലിഫയറിലും 2
ട്രാൻസിസ്റ്റർ ഉണ്ട്. പക്ഷേ എങ്കിൽ രണ്ട് ട്രാൻസിസ്റ്ററിലും കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻപുട്ട് ട്രാൻസ്ഫോമർ ആണ് കൊടുക്കുന്നത്. ആ ഇൻപുട്ട് ട്രാൻസ്ഫോമർ ഹാവിങ് സെൻറ്റർ ടാപ്ഡ് സെക്കൻഡറി വൈൻഡിങ് ഈസ് യൂസ്ഡ്. ഇതിൽ advantage എന്ന് പറഞ്ഞാൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ എലിമിനേറ്റഡ് കംപ്ലീറ്റ്ലി ആൻഡ് ദിസ് ഔട്ട്പുട്ട് പവർ ഇൻക്രീസ്ഡ് ഫർദർ. ഹാർമോണിക് ഡിസ്റ്റോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് പവർ നല്ല രീതിയിൽ കൂട്ടാൻ വേണ്ടി സാധിക്കും. അതാണ് പുഷ് പുൾ ആംപ്ലിഫയറിന്റെ പ്രത്യേകത. ഇനി അടുത്ത ആംപ്ലിഫയറിന്റെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു കപ്ലിംഗ് ആണ്. ആദ്യം നമ്മൾ കപ്ലിംഗ് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത് നമുക്ക് സിഗ്നൽസ് ആംപ്ലിഫൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആംപ്ലിഫയർ വെച്ചിട്ട് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ അതേപോലുള്ള ആംപ്ലിഫയർ രണ്ടോ മൂന്നോ ഒന്നിച്ച് കണക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. When a single amplifier stage cannot produce sufficient amplification, when a single amplifier stage cannot produce sufficient amplification, two or more stages are coupled together. Method of applying the output signal of first amplifier stage to the input circuit of the second is called coupling. അപ്പോൾ 4 തരത്തിൽ കപ്ലിംഗ് ചെയ്യാം. RC coupled amplifier, impedance coupled amplifier, transformer coupled amplifier, direct coupled amplifier. RC coupled amplifier എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RC പേര് പോലെ റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും ആയിരിക്കും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ കപ്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് റെസിസ്റ്ററും ഒരു കപ്പാസിറ്റർ ഉപയോഗിക്കാം. ഇതാണ് മോസ്റ്റ് എക്കണോമിക്കൽ ആയിട്ടുള്ള മെത്തേഡ്. ആംപ്ലിഫൈസ് വൈഡ് ഫ്രീക്വൻസി ബാൻഡ്, പക്ഷേ സിഗ്നൽ ഡിസ്റ്റോർഷൻ ഇവിടെ കൂടുതലാണ്. Impedance coupled amplifier എന്ന് പറയുമ്പോൾ the circuit employs an inductive load in the place of load resistance. ഇവിടെ നമ്മൾ റെസിസ്റ്ററിന് പകരം ഇവിടെ ഇൻഡക്റ്റീവ് ലോഡാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഗെയിന് കൂടുതലാണ്, ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് റൈസിങ് നേച്ചർ. അതും ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. നല്ല ഫ്രീക്വൻസി റെസ്പോൺസും ഉണ്ടാവും. ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയുമ്പം ഇൻഡർസ്റ്റേജ് ഓർ ഡ്രൈവർ ട്രാൻസ്ഫോമർ ഈസ് എംപ്ലോയ്ഡ് ഫോർ കപ്ലിംഗ്. അപ്പോൾ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ കപ്പിൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ഐസൊലേഷൻ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്റ്റേറ്റും തമ്മിൽ, ഫസ്റ്റ് ആംപ്ലിഫയറും സെക്കൻഡ് ആംപ്ലിഫയറും തമ്മിൽ ഐസൊലേഷൻ ഉണ്ടാവുന്ന ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ കണക്ഷൻ ഇല്ല. അപ്പോൾ അവർ തമ്മിൽ ഐസൊലേഷൻ ഉണ്ടാവും. പിന്നെ ഇവിടെ ട്രാൻസ്ഫോമർ ആക്ഷൻ ആണ്. അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ കുറച്ചുകൂടെ വോൾട്ടേജിൽ ഇൻക്രീസ് ഉണ്ടാവും. അപ്പോൾ ട്രാൻസ്ഫോമർ ആക്ഷൻ ഉള്ളതുകൊണ്ട് ഗെയിനിൽ കുറച്ചുകൂടെ ഇൻക്രീസ് ഉണ്ടാവും. പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ സൈസ് ബൾക്കിയാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ സൈസ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് കൊണ്ട് സൈസ് കൂടും. അതുപോലെ മാഗ്നറ്റിക് ഇൻ്റർഫറൻസും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു രണ്ട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിന്. പിന്നെ ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ, കളക്ടർ ഓഫ് ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ഇസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ബേസ് ഓഫ് ദ സെക്കൻഡ് ട്രാൻസിസ്റ്റർ. ഇതാണ് ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അവിടെ ഡിസ്റ്റോർഷൻസ് ഇല്ല, യൂണിഫോം റെസ്പോൺസ് ആണ്. പക്ഷെ ഇത് ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷന് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇനി ഓൺ ദ ബേസിസ് ഓഫ് അബിലിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ആംപ്ലിഫയറിനെ 4ആയി തിരിച്ചിട്ടുണ്ട്. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി. ഇപ്പോൾ ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് നമ്മൾ എന്താണോ സിഗ്നൽ കൊടുത്തിട്ടുള്ളത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് തരും. അപ്പോൾ ഇങ്ങനൊരു സിഗ്നൽ കൊടുത്താൽ നമുക്ക് കംപ്ലീറ്റ് ഇതുപോലെ തന്നെ 360 ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് തരും. അങ്ങനെയുള്ളതിനെയാണ് ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ദ ഔട്ട്പുട്ട് സിഗ്നൽ വാരീസ് ഫോർ എ ഫുൾ 360 ഡിഗ്രി ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ, ബയാസ് അറ്റ് ദ ഹാഫ് ഓഫ് ദ സപ്ലൈ. ക്ലാസ് ബി എന്ന് പറഞ്ഞാൽ provides an output signal varying over 1/2 of the input signal cycle or 180 degree of the signal. Bias at the zero level. അപ്പോൾ നമ്മൾ ബയാസിങ് കൊടുക്കുന്നത് ഇത് ഹാഫ് ഓഫ് ദ സപ്ലൈ. ബയാസിങ് എന്ന് പറയുമ്പോൾ ലോഡ് ലൈനിൻ്റെ മിഡിലാണ് നമ്മൾ ക്ലാസ് എ ആംപ്ലിഫയർ സെറ്റ് ചെയ്യുക. ലോഡ് ലൈനിൻ്റെ കട്ട് ഓഫ് റീജിയനിലാണ് ക്ലാസ് ബി ആംപ്ലിഫയർ നമ്മൾ സെറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് 180 ഡിഗ്രി സിഗ്നൽ നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ ഈ ഒരു ഹാഫ് പാർട്ട് മാത്രമേ കിട്ടുള്ളൂ. ക്ലാസ് എ ബി എന്ന് പറഞ്ഞാൽ എൻ്റെയും ബിൻ്റെയും ഇടയിൽ. an amplifier may be biased at DC level above the zero base current level or class B and above 1/2 supply voltage level of class A. അപ്പോൾ ഇത് നമ്മൾ ബയാസിങ് ചെയ്യുന്നത് ക്ലാസ് എ എന്ന് പറയുമ്പോൾ ലോഡ് ലൈൻ്റെ മിഡിലാണ്. ആ മിഡിലും കട്ട് ഓഫിൻ്റെയും ഇടയിലാണ് നമ്മൾ ക്ലാസ് എ ബി സെറ്റ് ചെയ്യുന്നത്. ക്ലാസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the output of class C amplifier is biased for the operation at less than 180 degree of the cycle and will operate only with the tuned
സർക്യൂട്ട്. അപ്പോൾ ക്ലാസ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി ഔട്ട്പുട്ട് കിട്ടൂല. നമ്മൾ കൊടുക്കുന്ന സിഗ്നലിൻ്റെ പകുതി പോലും നമുക്ക് കിട്ടൂല. ചെറിയൊരു പോർഷൻ, ട്യൂൺഡ് ആയിട്ടുള്ള പോർഷൻസിൽ മാത്രം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെയുള്ളതാണ് ക്ലാസ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ട്യൂൺഡ് ഓർ റെസൊണൻസ് ഫ്രീക്വൻസി എന്നും പറയും. ക്ലാസ് ഡി എന്ന് പറഞ്ഞാൽ ദിസ് ഓപ്പറേറ്റ്സ് ക്ലാസ് ഇൻ ദ ഫോം ഓഫ് ആംപ്ലിഫയർ ഓപ്പറേഷൻ യൂസിങ് പൾസ് സിഗ്നൽ. ഒരു പൾസിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതിനാണ് ക്ലാസ് ഡി എന്ന് പറയുന്നത്. വിച്ച് ആർ ഓൺ ഫോർ എ ഷോർട്ട് ഇൻ്റർവെൽ ആൻഡ് ഓഫ് ഫോർ എ ലോങ് ഇൻ്റർവെൽ. ഒരു ഷോർട്ട് ഇൻ്റർവെല്ലിൽ മാത്രമേ ഇത് ഓൺ ആവുള്ളൂ. ബാക്കിയുള്ള കണ്ടീഷനിലൊക്കെ ഇത് ഓഫ് ആയിരിക്കും. നമുക്കിതിൻ്റെ പവർ എഫിഷ്യൻസി നോക്കാം. എ ഉണ്ട്, എ ബി ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇത് ബി എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി മാത്രം. ഇവർ രണ്ടാളുടെയും ഇടയിലാണ് എ ബി വരുന്നത്. സി എന്ന് പറയുമ്പോൾ 180 ഉണ്ടാവില്ല. ഡി എന്ന് പറയുമ്പോൾ അത്രയൊന്നും ഇല്ല, ഒരു പൾസിൽ മാത്രം. അപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി 20 to 35 ആണ് എൻ്റെത്. ക്ലാസ് ബിൻ്റെത് 50 to 60 ആണ്. എ ബിൻ്റെത് 35 to 50 ആണ്. ക്ലാസ് സിൻ്റെ 70 to 75 ആണ്. ക്ലാസ് ഡിയുടെ ഓവർ 90% ആണ്. നമ്മളിപ്പോൾ പഠിച്ചു ക്ലാസ് ബി ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി മാത്രം സിഗ്നലിന് ഔട്ട്പുട്ട് തരുള്ളൂ, പകുതി മാത്രം ഔട്ട്പുട്ട് സിഗ്നലിൽ തരുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കംപ്ലീറ്റ് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ 2 ക്ലാസ് ബി ആംപ്ലിഫയർ ഉപയോഗിക്കണം. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ക്ലാസ് ബി പുഷ് പുൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ടു ആംപ്ലിഫൈ ദ എൻറ്റയർ സർക്കിൾ ഇറ്റ് ഈസ് നെസസറി ടു ആഡ് എ സെക്കൻഡ് ക്ലാസ് ബി ആംപ്ലിഫയർ ദാറ്റ് ഓപ്പറേറ്റ്സ് ഓൺ ദ നെഗറ്റീവ് ഹാഫ് ഓഫ് ദ സൈക്കിൾ. The combination of two class B amplifier working together is called push-pull operation. ഇപ്പോൾ 2 ക്ലാസ് ബി ആംപ്ലിഫയർ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതിന് നമ്മൾ പുഷ് പുൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. There are 2 common approaches for using push-pull amplifier to reproduce the entire waveform. അപ്പോൾ കംപ്ലീറ്റ് വേവ് ഫോം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ആദ്യത്തേത് ട്രാൻസ്ഫോമർ കപ്ലിംഗ്. The input transformer this converts the input signal to 2 out of the phase signal for the 2 NPN transistor. 2 NPN transistor ഇട്ടിട്ടുണ്ട്. അപ്പോൾ NPN transistor കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ഈ ഇൻപുട്ടിനെ ഇങ്ങനെ ഒരു ഫേസ് ആക്കും. ഇത് ഇൻവേർട്ടഡ് ആയിട്ട് ഇവിടെ കൊടുക്കും. ഇതിന് കറക്റ്റ് കൊടുക്കും, ഇതിന് ഇൻവേർട്ടഡ് കൊടുക്കും. അപ്പോൾ the output transformer combines the signal by permitting the current in both the direction even though one transistor is always cut off. അപ്പോൾ ഇവിടെ ഈ സിഗ്നല് ആദ്യത്തെ, അപ്പോൾ ഈ ഇവിടെ ഒരു ട്രാൻസ്ഫോമർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ അതിനനുസരിച്ചിട്ടുള്ള സിഗ്നൽ ഇങ്ങോട്ടേക്ക് കൊടുക്കും. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഒരാൾ കൊടുക്കും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഒരാൾ ഔട്ട്പുട്ട് കൊടുക്കും. അപ്പോൾ 2 സൈക്കിളിലുള്ളതും നമുക്കിവിടെ കിട്ടും. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് വേവിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടും. അടുത്തത് കോംപ്ലിമെന്ററി സിമെട്രി ട്രാൻസിസ്റ്റർ. The figure shows one of the most popular types of push-pull class B amplifier using 2 emitter followers and both positive and negative power supplies. അപ്പോൾ ഇതാണ് നമ്മളെ കോംപ്ലിമെന്ററി സിമെട്രി ട്രാൻസിസ്റ്ററിന്റെ ഡയഗ്രാം, circuit diagram. This is a complementary amplifier because one emitter follower uses an NPN transistor and the other is a PNP. ഇത് NPN ആണ്, അടുത്തത് PNP ആണ്. അതുകൊണ്ടാണ് നമ്മൾ കോംപ്ലിമെന്ററി ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. വിച്ച് കണ്ടക്ട്സ് ഓൺ ഓപ്പോസിറ്റ് ആൾട്ടർനേഷൻ ഓഫ് ദ ഇൻപുട്ട് സൈക്കിൾ. അപ്പോൾ ഇൻപുട്ട് സൈക്കിളിന് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഡിഫറൻസ് ഉണ്ടായിരിക്കും രണ്ടാളുടെയും കണ്ടക്ഷൻ. അപ്പം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് ഒരാൾ Q1 കണ്ടക്ട് ആവും. അപ്പോൾ നമുക്ക് ഇവിടെ ആംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് Q2 കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ആംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടും. അങ്ങനെയാണ് കോംപ്ലിമെന്ററി സിമെട്രി ട്രാൻസിസ്റ്ററിൽ വർക്കിംഗ്. ഇനി അടുത്തത് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ. When DC base voltage is 0, both the transistors are off and the input signal voltage must exceed VBE before transistor conducts. അപ്പോൾ 2 ട്രാൻസിസ്റ്ററും നമ്മൾ DC ബയാസിങ് വോൾട്ടേജ് 0 ആവുന്ന സമയത്ത് 2 ട്രാൻസിസ്റ്ററും ഓഫ് ആവും. അപ്പോൾ ബിക്കോസ് ഓഫ് ദിസ് ദർ ഇസ് എ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആൾട്ടർനേഷൻ. അപ്പോൾ ഇതേപോലെ തന്നെ കിട്ടൂല, ഇങ്ങനെ ഒരു ടൈം ഇൻ്റർവെൽ വരും. ഈ 0 ആവുന്ന സമയത്ത് 2 ആൾ ഓഫ് ആവുന്നതുകൊണ്ട് ഇതിനിടയിൽ ഒരു ടൈം ഇൻ്റർവെൽ വരും. ഈ ഒരു ടൈം ഇൻ്റർവെൽ, ഈ ഒരു ഡിസ്റ്റോർഷനാണ് നമ്മൾ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് എ ബി ട്രാൻസ്ഫോമർ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇനി എന്താണ് ട്രാൻസിസ്റ്റർ ബയാസിങ്? നമുക്കറിയാം ട്രാൻസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ആംപ്ലിഫിക്കേഷൻ ആണ്. അപ്പോൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വീക്ക് സിഗ്നലിനെ ലാർജ് സിഗ്നലാക്കി മാറ്റണം. അപ്പോൾ വീക്ക് സിഗ്നൽ എങ്ങനെയാണോ ഉള്ളത് ആ സിഗ്നലിൻ്റെ അതേ ഫോമാറ്റിലുള്ള ലാർജ് സിഗ്നൽ കിട്ടണം. അതിൻ്റെ ഷേപ്പിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല.
അപ്പോൾ ഈ സിഗ്നൽ പോലെ തന്നെ ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു ലാർജ് സിഗ്നൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. ആദ്യം എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആയിരിക്കണം, കളക്ടർ ബേസ്ഡ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആയിരിക്കണം, പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട്. ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ എന്താണ് ബയാസിങ്? If the transistor is not biased properly, it would work inefficiently and produce distortion in the output signal. How a transistor can be biased? A transistor is biased either with the help of battery or associating a circuit with a transistor. നമ്മൾ ഒരു ബാറ്ററി അല്ലെങ്കിൽ നമുക്ക് വോൾട്ടേജ് പവർ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു സർക്യൂട്ട് കൊണ്ട് നമുക്ക് ബയാസ് ചെയ്യാൻ വേണ്ടി പറ്റും. The latter method is more efficient and it is frequently used. The circuit used for transistor biasing is called a biasing circuit. അപ്പോൾ ട്രാൻസിസ്റ്ററിന് വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ ബയാസിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബയാസ് സ്റ്റെബിലിറ്റി, എന്തിനാണ് ബയാസിംഗിന് സ്റ്റെബിലിറ്റി? Through proper biasing, a desired quiescent operating point of transistor amplifier in the active region of the characteristics is obtained. It is desired that once selected, the operating point should remain stable. The maintenance of the operating point stable is called stabilization. നമ്മൾ എന്ത് വേണം? നമ്മളെ ട്രാൻസിസ്റ്ററിന് ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ്, നമുക്ക് ഏത് രീതിയിലുള്ള ഓപ്പറേഷൻ ആണോ നടക്കേണ്ടത് ആ രീതിയിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അതിൽ പിന്നെ മാറ്റം ഉണ്ടാവാൻ പാടില്ല. The selection of proper quiescent point generally depends on the following forces: the amplitude of the signal to be handled by amplifier and the distortion level in the signal, the load to which amplifier is to work for a corresponding supply voltage. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ്: amplitude of the signal to be handled by amplifier and the distortion level in the signal. Signal to noise ratio എന്ന് പറയാം. The load to which amplifier is work for a corresponding supply voltage. The operating point of a transistor amplifier shifts mainly with a change in temperature, since the transistor parameter beta, ICO, VBE are functions of temperature. But temperature അനുസരിച്ച് സാധാരണ ട്രാൻസിസ്റ്ററിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ എന്ത് വേണം? നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ടെമ്പറേച്ചറായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ DC ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മൾ പറഞ്ഞ ക്യൂ പോയിന്റ് അതെന്താണ്? ഫോർ എ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ടു ആംപ്ലിഫൈ ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി ബയാസ്ഡ് വിത്ത് DC വോൾട്ടേജ്. The DC operating point between the saturation and the cutoff is called the Q point. അപ്പോൾ ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പോയിന്റ്, ഈ ഒരു സെക്ഷൻ ഇതിൻ്റെ മിഡിലാണെങ്കിൽ നമുക്ക് നല്ല ആംപ്ലിഫയർ ആയിട്ട് കിട്ടണം. ഇത് സാച്ചുറേഷൻ ആണ്, ഇത് കട്ട് ഓഫ് റീജിയൻ ആണ്, ഇതാണ് ആക്റ്റീവ് റീജിയൻ. അപ്പോൾ ഈ ആക്റ്റീവ് റീജിയനിലായിരിക്കും നമ്മുടെ ക്യൂ പോയിന്റ്. അപ്പോൾ നമ്മൾ എവിടെയാണോ സെറ്റ് ചെയ്തത് അവിടെ നിന്നൊരു വ്യത്യാസം ഇല്ലാണ്ട് കറക്റ്റായിട്ട് കിട്ടണം. The requirement of biasing network: ensuring proper zero signal collector current, ensuring VCE not falling below 0.5 volt for germanium transistor and 1 volt for silicon transistor at any instant, ensuring stabilization of operating point. Thermal stability of operating point: the stability factor S has the change of collector current with respect to the reverse saturation current, keeping beta and VBE constant. This can be written as SIO is equal to del IC divided by del ICO, where VBE and beta is constant. ഇതിനാണ് stability factor എന്ന് പറയുന്നത്. അപ്പോൾ stability factor എന്ന് പറഞ്ഞാൽ change of collector current with respect to the reverse saturation current. Reverse saturation currentൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമ്പോൾ collector currentൽ വ്യത്യാസം ഉണ്ടാവുമോ, അതാണ് stability factor. അപ്പോൾ stability factorനെ നമുക്ക് ഇങ്ങനെ എഴുതാം: 1 plus beta divided by 1 minus beta. ഒരുപാട് തരത്തിലുള്ള ബയാസിംഗ് സർക്യൂട്ട്സ് ഉണ്ട്. മെയിൻ ആയിട്ട് ഫിക്സഡ് ബയാസ് സർക്യൂട്ട്, ഫിക്സഡ് ബയാസ് വിത്ത് എമിറ്റർ റെസിസ്റ്റർ, കളക്ടർ ടു ബേസ് ബയാസ് സർക്യൂട്ട്, പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസ് സർക്യൂട്ട്. ആദ്യം ഫിക്സഡ് ബയാസ് സർക്യൂട്ട്. ഫിക്സഡ് ബയാസ് സർക്യൂട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിൽ ഒരു RB റെസിസ്റ്റർ കണക്ട് ചെയ്യും, കളക്ടറിന് അക്രോസ് RC റെസിസ്റ്ററും കണക്ട് ചെയ്യും, എമിറ്റർ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുമ്പോൾ del IC by del ICO. അപ്പോൾ അതേപോലെ വേറൊരു ജനറൽ ഇക്വേഷനും ഉണ്ട്: 1 plus beta divided by 1 minus beta into del IB by del IC. അപ്പോൾ നമ്മൾ ഇവിടെ del IB by del IC ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 ആണ് കിട്ടുക. അപ്പോൾ del IB by del IC എന്ന് പറയുമ്പോൾ 0. അപ്പോൾ ഇവിടെ 1 by 1 minus 0, അപ്പോൾ 1 plus beta
1 പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ബീറ്റേൻ്റെ വാല്യൂ 100 ആണ് സാധാരണ വരിക. അപ്പോൾ SIO എന്ന് പറഞ്ഞാൽ വലിയ വാല്യൂ വരും. അപ്പോൾ ഇത് അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ഫിക്സഡ് ബയാസ് സർക്യൂട്ട് ഉപയോഗിക്കില്ല. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സിമ്പിൾ ടു ഷിഫ്റ്റ് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് anywhere in the active region by merely changing the base resistor. A very small number of components are required. Demerits: the collector current does not remain constant with a variation in temperature or power supply voltage, therefore the operating point is unstable. When the transistor is replaced with another one, considerably change in the value of beta can be expected. Due to change in the operating point will be shifted. നമ്മൾ വേറൊരു ട്രാൻസിസ്റ്റർ വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് തന്നെ കിട്ടണമെന്നില്ല. അപ്പം അത് മാറും. പിന്നെ അതേപോലെ ടെമ്പറേച്ചറിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും. പിന്നെ ഫോർ എ സ്മോൾ signal transistor with a relatively high values of beta, this configuration will be prone to thermal runaway. അപ്പോൾ ഇവിടെ thermal runaway ഉണ്ടാവും. ഹൈ വാല്യൂസ് ഓഫ് ബീറ്റ ആയതുകൊണ്ട് thermal runaway ഉണ്ടാവും. അപ്പോൾ ട്രാൻസിസ്റ്ററിന് സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ട്രാൻസിസ്റ്റർ വേഗം കേടായി പോകാനുള്ള ചാൻസും ഉണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് due to the above inherent drawbacks, fixed bias is rarely used in linear circuits. Instead, it is often used in the circuits where transistor is used as a switch. However, one application of fixed bias is to achieve crude automatic gain control in the transistor by feeding the base resistor from a DC signal derived from the AC output of the later stage. Fixed bias with the emitter resistor. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇവിടെ emitter ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഗ്രൗണ്ടിന് വരെ നമ്മൾ റെസിസ്റ്ററും കൂടെ കണക്ട് ചെയ്തു. അതാണ് fixed bias with the emitter resistor. Fixed bias circuit is modified by attaching an external resistor to the emitter. This resistor introduces negative feedback that stabilizes the Q point. അപ്പോൾ ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാക്കും. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താക്കും? കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി തരും. ഇതിൻ്റെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് ഹാസ് എ ടെൻഡൻസി ടു സ്റ്റെബിലൈസ് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് അഗെയിൻസ്റ്റ് ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ബീറ്റ വാല്യൂസ്. Demerit എന്ന് പറയുമ്പോൾ beta value is fixed for a given transistor. This relation can be satisfied either by keeping Re very large or making Rb very low. If Re is of large value, high VCC is necessary. This increases cost as well as precautions necessary while handling. അപ്പം നമ്മളിവിടെ ആറിൻ്റെ വാല്യൂ ലാർജ് ആക്കുന്ന സമയത്ത് നമ്മൾ VCCയും കൂട്ടേണ്ടി വരും. അപ്പം അത് നോർമലി പോസിബിൾ അല്ല. ഇഫ് RB is low, a separate low voltage supply should be used in the base circuit. Using two supplies of different voltage is impracticable. In addition to the above, RA causes AC feedback which reduces the voltage gain of the amplifier. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിമെറിറ്റ്. ബീറ്റ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓരോ ട്രാൻസിസ്റ്ററിനും ഫിക്സ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ കേടായിട്ട് മാറ്റുന്ന സമയത്ത് കംപ്ലീറ്റ് സെറ്റപ്പും മാറും. പിന്നെ എന്ന് പറഞ്ഞാൽ ആറിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള പവർ VCC വോൾട്ടേജ് കൊടുക്കേണ്ടി വരും. അത് പോസിബിൾ അല്ല. അതേപോലെ തന്നെ RBൻ്റെ വാല്യൂ കുറവാണെങ്കിൽ അത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് RBൻ്റെ വാല്യൂ ഇവിടെ കുറവാണ്. അപ്പോൾ അതിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ വോൾട്ടേജ് വേണം. അപ്പോൾ ഒരു സർക്യൂട്ടിൽ 2 ബാറ്ററി എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. പിന്നെ ഫീഡ്ബാക്ക് കൊടുക്കുന്നതുകൊണ്ട് ഗെയിന് വീണ്ടും കുറയും. ഇത് യൂസ് ചെയ്യുന്നത് the feedback is also increases the input impedance of the amplifier when seen from the base, which can be advantageous. Due to the above disadvantage in this type of biasing circuit is used only with a careful consideration of trade-off involved. We collector to base bias circuit. നമ്മൾ ഇനി എന്താ ചെയ്തിട്ടുള്ളത്? ബേസ് കൊണ്ടുപോയിട്ട് കളക്ടറിലേക്ക് കണക്ട് ചെയ്ത് ഷോർട്ട് ചെയ്ത് അങ്ങനെയുള്ളതിനാണ് കളക്ടർ ടു ബേസ് ബയാസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ദിസ് കോൺഫിഗറേഷൻ എംപ്ലോയ്സ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ടു പ്രിവെന്റ് തേർമൽ റൺഅവേ ആൻഡ് സ്റ്റെബിലൈസ് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ്. തേർമൽ റൺഅവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് കൂടുന്ന സമയത്ത് ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേയിരിക്കുന്നതിനെയാണ് നമ്മൾ തേർമൽ റൺഅവേ എന്ന് പറയുന്നത്. The base resistor RF is connected to the collector instead of connecting to the DC source. VC saw any thermal runaway will induce a voltage drop across RC resistor that will throttle the transistor base bias. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ VCCയിലേക്ക് കൊടുക്കുക, അതിന് പകരം ഇങ്ങോട്ടേക്ക് കൊടുക്കും. അപ്പോൾ thermal runaway നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ 1 plus beta divided by 1 plus beta into RC divided by RC plus RF എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ബീറ്റ വരുന്നുണ്ട്. ഇതിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 0 എന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇതിനൊരു വാല്യൂ ഉണ്ടെങ്കിൽ, ഇതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ 1 plus beta കിട്ടും. ഇതിനൊരു വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് 1 plus betaയിലും കുറവാണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിലും സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആണ്.
Merit circuit stabilizes the operating point against variations in temperatures. Demerit beta value is fixed for a given transistor. അപ്പോൾ beta equationൽ beta വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നും transistor dependent ആണ്. RC large ആകുന്ന സമയത്ത് high VCC വേണ്ടി വരും. RF is low. The reverse bias of the collector base region is small, which limits the range of collector voltage swing that leaves the transistor in active mode. The resistor RF causes AC feedback, reducing the voltage gain. അപ്പോൾ ഇവിടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് voltage gain വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഉപയോഗിക്കുന്നത് feedback also decreases the input impedance of the amplifier as seen from the base, which can be advantageous due to the gain reduction from feedback. This biasing form is used only when trade-off for stability is warranted. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിൻ കുറയുന്നുണ്ട് ഫീഡ്ബാക്ക് ഉള്ളതുകൊണ്ട്, മാത്രമല്ല ഇൻപുട്ട് ഇമ്പിഡൻസും ഫീഡ്ബാക്ക് ഉള്ളതുകൊണ്ട് കുറയുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തത് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസ് സർക്യൂട്ട്. ഇതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സർക്യൂട്ട്. To find the stability of the circuit, we had to convert this circuit into Thevenin's equivalent circuit. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിന് തെവനിൻ ഇക്വലൻ്റ് സർക്യൂട്ട്. അപ്പോൾ ഇവിടെ RTH എന്ന് പറയുമ്പോൾ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 കിട്ടും. VDH എന്ന് പറയുമ്പോൾ VCC R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ 1 പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ ഇൻറ്റു RE ബൈ RE പ്ലസ് RTH എന്നാണ് കിട്ടുക. അപ്പോൾ ദിസ് ഷൂസ് ദാറ്റ് SIO stability is inversely proportional to RE and it is less than 1 plus beta, signifying better thermal stability. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ വേരിയേഷൻസ് ആൻഡ് സ്റ്റെബിലൈസ്ഡ് അഗെയിൻസ്റ്റ് ഷിഫ്റ്റ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്, ബീറ്റ വേരിയേഷൻസ് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ട്രാൻസിസ്റ്റർ മാറ്റിയാലും പ്രശ്നമില്ല, ടെമ്പറേച്ചർ കൂടിയാലും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയുള്ള അത് രണ്ടുമാണ് ഇതിൻ്റെ മെറിറ്റ്സ്. ഇതിൻ്റെ ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ബീറ്റ വാല്യൂ ഫിക്സ്ഡ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ നല്ല രീതിയിൽ ക്യൂ പോയിന്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ RE കൂട്ടണം, അതേപോലെ R1 പാരലൽ R2 കുറക്കണം. അപ്പോൾ REൻ്റെ ലാർജ് വാല്യൂ ആക്കാന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് VCCയും കൂട്ടണം, അത് കോസ്റ്റ് കൂട്ടും. R1 പാരലൽ ടു R2 കുറക്കണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ R1ൻ്റെ വാല്യൂ കുറക്കണം, അല്ലെങ്കിൽ R2ൻ്റെ വാല്യൂ കുറക്കണം, അല്ലെങ്കിൽ R1 പാരലൽ ടു രണ്ടിൻ്റെയും വാല്യൂ കുറക്കണം. അപ്പോൾ ഇത് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറക്കുക എന്ന് പറയുമ്പം VCCന്ന് കൂടുതലായിട്ട് എമൗണ്ട് ഓഫ് കറണ്ട്, റെസിസ്റ്റൻസ് കുറയുന്നതുകൊണ്ട് VCCന്ന് കൂടുതലായിട്ട് കറണ്ട് ഈ റെസിസ്റ്റേഴ്സിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ റെസിസ്റ്റേഴ്സിലേക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇൻപുട്ട് റെസിസ്റ്റൻസ് കുറയും. ആസ് AC ആസ് വെൽ ആസ് DC ഫീഡ്ബാക്ക് ഈസ് കോസ്ഡ് ബൈ RE. പിന്നെ RE എമിറ്റർ റെസിസ്റ്ററിലൂടെ ഫീഡ്ബാക്കും ഉണ്ടാവും. ഇത് ഇതിൻ്റെ ഡിമെറിറ്റ്സിൽ പെട്ടെന്നാണ്. ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ പറഞ്ഞ 4 സർക്യൂട്ട്സിലും സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് ഈ ഒരു മെത്തേഡിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലീനിയർ സർക്യൂട്ട്സിലെല്ലാം കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്.